അഡ്വക്കേറ്റ് ശ്രീ വി പി ശ്രീപത്മനാഭൻ കൂടി ചേരുന്നുണ്ട്. ശ്രീപത്മനാഭൻ, ഈ ഉത്തരേന്ത്യയിൽ നടക്കുന്ന സംഭവ വികാസങ്ങൾ, ഊഹാപോഹങ്ങളും ചർച്ചകളും വിശകലനങ്ങളും ഒക്കെ ആയിട്ട് മലയാള മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു സമയത്താണ് 2022 സമാനമായി ഈ മനുഷ്യക്കടത്ത് ആരോപിച്ച് കന്യാസ്ത്രീകളെ കേരളത്തിൽ അറസ്റ്റ് ചെയ്തു, അതും തൃശ്ശൂരിൽ അറസ്റ്റ് ചെയ്തു എന്നുള്ളൊരു വാർത്ത. അതിൻ്റെ തുടർന്ന് ഈ 3 വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ കുറ്റവിമുക്തരാക്കിയിട്ടുണ്ട്. എങ്കിലും ആ കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. CWC ആയിരുന്നു അന്ന് അതിൽ പരാതിയുമായി രംഗത്തെത്തിയിരുന്നതും. അതെ, നമ്മളെ രാജ്യത്ത് CWC, പോലീസ്, അങ്ങനത്തെ പല സംവിധാനങ്ങളും ഉണ്ട്. നമ്മളെ നാട്ടിൽ ഈ മനുഷ്യക്കടത്ത്, അതുപോലെ തന്നെ ചൈൽഡ് ലേബർ, ഇവയൊക്കെ നോക്കാനും ശ്രദ്ധിക്കാനും സ്ത്രീകൾ ദുരുപയോഗപ്പെടുത്തപ്പെടുന്നുണ്ടോ എന്നൊക്കെ പരിശോധിക്കാനൊക്കെ ഉള്ള ഏജൻസികളുണ്ട്. അപ്പോൾ അവരുടെ പരിശോധനയിൽ അവർക്ക് അങ്ങനത്തെ സംഭവം നടക്കുന്നു എന്ന് സംശയം തോന്നിയാൽ അവർ കേസെടുക്കും. പിന്നെ ആ കാര്യങ്ങളൊക്കെ തീരുമാനിക്കേണ്ടത് കോടതിയാണ്. അപ്പോൾ പ്രഥമ ദൃഷ്ട്യാ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കോ CWCക്കോ ബോധ്യം വന്നാൽ പോലീസിനെ അറിയിക്കും. പോലീസിന് ബോധ്യം വന്നാൽ പിന്നെ പോലീസിന് തന്നെ കേസെടുക്കാം. അപ്പൊ അങ്ങനെയുള്ള പരാതികൾ വന്നാൽ, സംഭവങ്ങൾ ഉണ്ടായാൽ പ്രഥമ ദൃഷ്ട്യാ ഇങ്ങനെ സംഭവങ്ങൾ ഉണ്ട്, ഇത് മനുഷ്യക്കടത്താണ്, കുട്ടികളുടെ കടത്താണ്, കുട്ടികളെ ദുരുപയോഗം ചെയ്യാൻ കൊണ്ടുപോവുകയാണ്, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ബോധ്യപ്പെട്ടാൽ കേസുകൾ ഉണ്ടാവും. കേസിന്റെ കാര്യം പിന്നെ കോടതിയാണ് തീരുമാനിക്കേണ്ടത്. അപ്പോൾ ഛത്തീസ്ഗഡിലാവട്ടെ കേരളത്തിലാവട്ടെ കേസുകൾ എടുക്കുന്നത് സ്വാഭാവികമാണ്. അതിന്റെ പേരിൽ രാഷ്ട്രീയ ബഹളം ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. നിങ്ങൾ ഒരു കേസിൽ പ്രതിയായാൽ അത് കോടതിയിൽ നിങ്ങൾ അതിന് വേണ്ട നടപടികൾ സ്വീകരിക്കുക എന്നുള്ളതാണ് ഒരു ജനാധിപത്യ രാജ്യത്തിൽ, പ്രത്യേകിച്ച് ഭാരതത്തിൽ നിയമ സംവിധാനം നിലനിൽക്കുന്ന, റൂൾ ഓഫ് ലോ നിലനിൽക്കുന്ന രാജ്യത്ത് ചെയ്യേണ്ടത്. അതിൽ സർക്കാരിനൊന്നും ചെയ്യാനില്ല. കാരണം ഇത് കോടതിയിൽ എത്തിപ്പോയി. ഇനി കോടതിയാണ് ഈ കാര്യങ്ങളിൽ തീരുമാനമെടുക്കേണ്ടത്. തീർച്ചയായും ശ്രീപത്മനാഭൻ, താങ്കൾ ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെ സ്വാഭാവികമായൊരു പ്രക്രിയ മാത്രമാണ് ഛത്തീസ്ഗഡിലും ഉണ്ടായത്. മാത്രമല്ല, ഞങ്ങളുടെ പ്രതിനിധികൾ അവിടെയുണ്ട്. അവിടെ നിന്ന് നേരിട്ട് റിപ്പോർട്ട് ചെയ്ത അടിസ്ഥാനത്തിലാണെങ്കിൽ ആ പ്രദേശം, ഈ പെൺകുട്ടികൾ ഉൾപ്പെട്ട വനവാസി പ്രദേശം എന്ന് പറയുന്നത് വൻതോതിൽ മതപരിവർത്തനത്തിന് വിധേയമായി കൊണ്ടിരിക്കുന്ന ഒരു പ്രദേശം കൂടിയാണ്. അപ്പോൾ ഈ സംശയം തോന്നുക സ്വാഭാവികമാണ്. അത് നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരിക, കുട്ടികളുടെ സുരക്ഷ ഉറപ്പാക്കേണ്ടതൊക്കെ ഒരു ഭരണകൂടത്തിന്റെ, ഒരു സ്റ്റേറ്റിന്റെ പ്രഥമ കർത്തവ്യം കൂടിയാണ്. അങ്ങനെ സ്വാഭാവികമായൊരു നടപടികൾ മാത്രമാണ് അവിടെ ഉണ്ടായത്. എന്നിരിക്കലും ഇത്രമാത്രം കോലാഹലം, ബഹളം എന്തിന് എന്നൊരു ചോദ്യം കൂടി ബാക്കിയാവുന്നില്ലേ? അല്ല, ഛത്തീസ്ഗഡിൽ എന്നാണ് മതപരിവർത്തന നിരോധന നിയമം വന്നത്? 1936 ഇന്നത്തെ ഛത്തീസ്ഗഡും മധ്യപ്രദേശും ഉൾപ്പെട്ട മധ്യഭാരത് പ്രദേശങ്ങളിൽ ബ്രിട്ടീഷുകാരുടെ കാലത്ത് 1936 മതപരിവർത്തന നിരോധന നിയമം വന്നു. ബ്രിട്ടീഷുകാർ ക്രിസ്തു മതവിശ്വാസികളായിരുന്നല്ലോ. എന്നിട്ട് പോലും അവർ അവിടുത്തെ ഹിന്ദുക്കളായ ആദിവാസികളെ മതപരിവർത്തനം നടത്തരുത് എന്നുള്ള നിർബന്ധ ബുദ്ധി കാണിച്ച് അവർ മതപരിവർത്തന നിരോധന നിയമം കൊണ്ടുവന്നു. അതിനുശേഷം 1968 ഗോവിന്ദ് നാരായൺ സിംഗ് എന്ന് പറയുന്ന കോൺഗ്രസ് നേതാവ്, അതായത് കോൺഗ്രസ് നേതാവായിരുന്നു, അയാൾ കോൺഗ്രസ് പിളർത്തി പ്രതിപക്ഷത്തെ ചെറിയ പാർട്ടികളുടെ സഹായത്തോടു കൂടി ഒരു മന്ത്രിസഭയുണ്ടാക്കി. ആ മുഖ്യമന്ത്രി ഭരിക്കുമ്പോഴാണ്, ഗോവിന്ദ് നാരായൺ സിംഗ് ഭരിക്കുമ്പോഴാണ് 1968 അവിടെ മതപരിവർത്തന നിരോധന നിയമം മധ്യപ്രദേശിൽ ഉണ്ടാക്കുന്നത്. പിന്നീട് മധ്യപ്രദേശ് പിളർത്തിയിട്ടാണ്, അല്ലെങ്കിൽ വിഭജിച്ചിട്ടാണ് ഛത്തീസ്ഗഡ് രൂപീകരിക്കുന്നത് 2000. ഛത്തീസ്ഗഡിൽ ആ നിയമത്തിന്റെ പേരിൽ ചെറിയൊരു മാറ്റമുണ്ട്. 2020 ധർമാന്തർ എന്നൊരു നിയമമാണ്, ഹിന്ദിയിലാണ് അതിന്റെ പേര്. ആ നിയമം ഇന്ന് നിലനിൽക്കുന്നു. അപ്പോൾ അത് ബ്രിട്ടീഷുകാരുടെ കാലത്ത് തുടങ്ങിയ നിയമ സംവിധാനമാണ്. അപ്പോൾ എന്തിനാണ് അങ്ങനെ ഒരു നിയമം കൊണ്ടുവന്നത്? ഛത്തീസ്ഗഡിലെ ആദിവാസി സമൂഹത്തെ ആരും അവരുടെ വിശ്വാസങ്ങളിൽ ഇടപെടരുത്, വിശ്വാസം മാറ്റാൻ ശ്രമിക്കരുത്, പ്രത്യേകിച്ച് ബലം പ്രയോഗിച്ചോ അല്ലെങ്കിൽ പ്രലോഭനങ്ങൾ നൽകിയോ ചെയ്യരുത് എന്നൊരു താല്പര്യമുള്ളത് കൊണ്ടായിരിക്കുമല്ലോ. അപ്പൊ അതൊന്നും BJP കൊണ്ടുവന്ന നിയമമല്ല, ഇന്നത്തെ സർക്കാർ കൊണ്ടുവന്ന നിയമമല്ല. അതവിടെ വെച്ചട്ടെ. അഡ്വക്കേറ്റ് വി പി ശ്രീപത്മനാഭൻ നമ്മളോടൊപ്പം തുടരുകയാണ്. ശ്രീപത്മനാഭൻ, വളരെയധികം നന്ദി ഇത്രയധികം സമയം ഞങ്ങളോട് തുടരുന്നതിന്, പ്രതികരണങ്ങൾ രേഖപ്പെടുത്തുന്നതിനും. ഛത്തീസ്ഗഡ് ധർമ്മ സ്വാതന്ത്ര്യ നിയമവും അനുബന്ധ നിയമ നടപടികളെക്കുറിച്ചുമാണ് താങ്കൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അതെ, മാത്രവുമല്ല ഈ പെൺകുട്ടികൾ വരുന്നത് നാരായൺപൂരിൽ നിന്നാണ്. നാരായൺപൂർ ഇന്ത്യയിലെ
6 റെഡ് ലൈറ്റ് ഡിസ്ട്രിക്റ്റുകൾ, അതായത് 6 അതിതീവ്ര നക്സൽ പ്രഭാവിത ജില്ലകളിൽപ്പെട്ട ഒന്നാണ് നാരായൺപൂരിലെ ഒരു രസം, നാരായൺപൂരിലെ ജില്ലാ കോടതി പ്രവർത്തനം ആരംഭിച്ചത് കഴിഞ്ഞ നവംബർ മാസത്തിലാണ്. 2024 നവംബറിലാണ് നാരായൺപൂരിൽ ഒരു ഡിസ്ട്രിക്ട് ആൻഡ് അഡീഷണൽ സെഷൻസ് കോടതി പ്രവർത്തനം ആരംഭിക്കുന്നത്. എന്ന് വെച്ചാൽ അവിടെ പോലീസ് സ്റ്റേഷൻ ഇല്ല, പോസ്റ്റ് ഓഫീസ് ഇല്ല, കോടതി ഇല്ല, ഒന്നുമില്ല. അവിടെ സംവിധാനങ്ങൾ നിയന്ത്രിച്ചത് നക്സലൈറ്റുകളായിരുന്നു. ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെയും സംസ്ഥാന സർക്കാരിന്റെയും സംയുക്ത ഓപ്പറേഷന്റെ ഭാഗമായി നക്സലൈറ്റുകളെ കാട്ടിലേക്ക് ആട്ടി ഓടിച്ചതിന്റെ ഭാഗമായി ഇപ്പൊ നാരായൺപൂരിന്റെ ഗ്രാമീണ മേഖലയൊക്കെ ഇപ്പോൾ സുരക്ഷിതമായി കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഒരു കോടതി അവിടെ നിലവിൽ വന്നത്. അപ്പൊ ഈ പെൺകുട്ടികൾ അവിടുന്നാണ് വരുന്നത്. അത്രയും ഗുരുതരമായ പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന ഒരു സ്ഥലത്തെന്നാണ് വരുന്നത്. അവരുടെ കയ്യിൽ രേഖകളില്ല. സ്വാഭാവികമായിട്ടും ആധാർ കാർഡ് ഉണ്ടാവില്ല. കാരണം ആധാർ കാർഡൊന്നും അവിടെ ആർക്കും ഇഷ്യൂ ചെയ്തിട്ടില്ല എന്നാണ് കേൾക്കുന്നത്. കാരണം അതൊന്നും ഇഷ്യൂ ചെയ്യാൻ നക്സലൈറ്റുകൾ സമ്മതിക്കില്ല. അപ്പോൾ ആധാർ കാർഡില്ല. ഇനി പോട്ടെ, ഒരു സംസ്ഥാനത്ത് നിന്നും മറ്റൊരു സംസ്ഥാനത്തേക്ക് കോൺട്രാക്ട് ലേബറേഴ്സ്, അതാണ് പറയാ, കോൺട്രാക്ട് ലേബറേഴ്സ് ആയ ആളുകളെ കൊണ്ടുപോകുമ്പോൾ ലോക്കലായ ലേബർ ഓഫീസിൽ റിപ്പോർട്ട് ചെയ്യണം. എന്നിട്ട് അവിടുന്ന് സമ്മതപത്രം വാങ്ങണം, അവിടുന്ന് റിപ്പോർട്ട് ചെയ്ത കടലാസ് വാങ്ങണം. ഇതൊക്കെ വാങ്ങിയിട്ടല്ലേ കൊണ്ടുപോകാൻ പാടുള്ളൂ. ഒരു രേഖയുമില്ലാതെ ആളുകളെ കൊണ്ടുപോകുന്ന ഒരു സാഹചര്യത്തിലാണ് ഇവരെ ആദ്യം റെയിൽവേ അധികാരികളും പിന്നെ പോലീസും ചോദ്യം ചെയ്യുന്നത്. അപ്പോൾ കേരളത്തിലെ തന്നെ പ്രമുഖ പത്രം മാതൃഭൂമി റിപ്പോർട്ട് ചെയ്തതുപോലെ ഒരു പെൺകുട്ടി പരാതി പറഞ്ഞു, എന്റെ സമ്മതമില്ലാതെയാണ് എന്നെ കൊണ്ടുപോകുന്നത് എന്ന് പരാതി പറഞ്ഞു. പിന്നെ പോലീസിന് എന്ത് ചെയ്യാൻ പറ്റും? ആ ഒരു സാഹചര്യത്തിലാണ് ഇവിടെ ഹ്യൂമൻ ട്രാഫിക്കിംഗ് ഉണ്ട് എന്ന് പോലീസ് സംശയിച്ചിട്ടും അല്ലെങ്കിൽ മതപരിവർത്തനം ഉണ്ട് എന്ന് സംശയിച്ചിട്ടും കേസെടുത്തത്. ഇനി അത് കോടതിയാണ് തീരുമാനിക്കേണ്ടത്. ഇപ്പൊ അത് NIA കോടതിയിലേക്ക് മാറ്റിയിരിക്കുന്നു. ഈ കേസിൽ NIA അന്വേഷണം വരുമോ ഇല്ലയോ എന്ന് ഇപ്പോൾ പറയാൻ പറ്റില്ല, അത് കണ്ടറിയണം. ഏതായാലും NIA കോടതിയിലേക്ക് മാറ്റിയ സ്ഥിതിക്ക് ഞാൻ മനസ്സിലാക്കുന്നത് ഛത്തീസ്ഗഡ് ഹൈക്കോടതിയുടെ നിർദ്ദേശമുണ്ടത്രേ, ഹ്യൂമൻ ട്രാഫിക്കിംഗ്, അതായത് മനുഷ്യക്കടത്തുമായി ബന്ധപ്പെട്ട എല്ലാ കേസുകളും NIA കോടതിയാണ് പരിശോധിക്കേണ്ടത് അല്ലെങ്കിൽ പരിഗണിക്കേണ്ടത് എന്ന്. അപ്പൊ അതുകൊണ്ടാണ് അവിടത്തേക്ക് മാറ്റിയിരിക്കുന്നത്. ഇനി ആ കോടതി മുമ്പാകെ കാര്യങ്ങൾ വ്യക്തമാവട്ടെ എന്നാണ് പറയാനുള്ളത്.